രണ്ടാം ഏകദിനത്തിലും കോഹ്ലിക്ക് രക്ഷയില്ല. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ മടങ്ങിയതോടെ 7ാം ഓവറിൽ തന്നെ ബാറ്റുമായി കോഹ്ലി കളത്തിലിറങ്ങി. കോഹ്ലിക്കെതിരെ ആദ്യ 3 പന്തുകളും ഔട്ട്സൈഡ് ഓഫിൽ വിക്കറ്റിൽ നിന്ന് അല്പം വൈഡായാണ് സാവിയർ ബാർട്ട്ലെറ്റ് എറിഞ്ഞത്. 2 പന്തുകൾ കോഹ്ലി ലീവ് ചെയ്തു. ഒരെണ്ണം ഓഫിലേക്ക് തട്ടിയിട്ടെങ്കിലും പന്ത് ഫീൽഡറുടെ കൈകളിലെത്തി. എന്നാൽ 4ാമത്തെ പന്ത് കൃത്യമായ ലൈനിൽ നേരെ വിക്കറ്റിലേക്കായിരുന്നു ബാർട്ട്ലെറ്റ് എറിഞ്ഞത്. പന്തിന്റെ ഗതി മനസ്സിലാക്കുന്നതിൽ കോഹ്ലിക്ക് പിഴച്ചു. ഫ്ലിക്ക് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പന്ത് നേരെ പാഡിലേക്ക്. റിവ്യൂവിന് പോലും കാത്തിരിക്കേണ്ടതില്ലാത്ത ഉറപ്പായ ഒരു വിക്കറ്റ്. മിഡിൽ സ്റ്റംപിലേക്ക് തന്നെയായിരുന്നു പന്ത് വന്നിരുന്നതെന്ന് ബോൾ ട്രാക്കറിലൂടെ വ്യക്തമായി. വിരാട് കോഹ്ലി ഓസ്ട്രേലിയക്കെതിരെ 2ാം ഏകദിന മത്സരത്തിലും റണ്ണെടുക്കാതെ പവലിയനിലേക്ക് മടങ്ങി. കടുത്ത നിരാശയോടെയാണ് കോഹ്ലി ഡ്രസ്സിംഗ് റൂം ലക്ഷ്യമാക്കി നടന്നു നീങ്ങിയത്. പോകുന്നതിനിടയിൽ കോഹ്ലി 2 തവണ പവലിയനിലേക്ക് ഗ്ലൗസ് ഉയർത്തി കാണികളുടെ നിരാശയോട് പ്രതികരിച്ചു. കോഹ്ലിയെ നേരിടാൻ സ്ലിപ്പിൽ 3 ഫീൽഡർമാരെ അണിനിരത്തിയ ഓസ്ട്രേലിയയുടെ തന്ത്രം വ്യക്തമായിരുന്നു. ഓഫ് സൈഡിൽ ബൗൺസും സിംഗും എറിഞ്ഞ് കോഹ്ലിയെ കുരുക്കുകയായിരുന്നു ലക്ഷ്യം. കഴിഞ്ഞ മത്സരത്തിൽ കോഹ്ലി പുറത്തായത് ഇങ്ങനെയായിരുന്നു. ഓസ്ട്രേലിയക്കെതിരെ അവസാനമായി ടെസ്റ്റ് പരമ്പര കളിച്ചപ്പോൾ ഇതേ രീതിയിൽ കോഹ്ലി പലതവണ പുറത്തായിരുന്നു. ഈ ബലഹീനത മുതലെടുക്കാനാണ് ഓസീസ് നായകൻ ഉദ്ദേശിച്ചതെങ്കിലും കോഹ്ലി ഇത്തവണ വിക്കറ്റിന് മുന്നിൽ കുടുങ്ങുകയായിരുന്നു. കോഹ്ലിയും രോഹിത്തും ചേർന്നുള്ള 100ാമത്തെ ഏകദിന പാർട്ട്ണർഷിപ്പ് ഇതോടെ 0-ൽ അവസാനിച്ചു. ഇതുവരെ ഇരുവരും തമ്മിലുള്ള കൂട്ടുകെട്ടിൽ 5315 റൺസ് പിറന്നിട്ടുണ്ട്. 56.54 ശരാശരി. രോഹിത്തും കോഹ്ലിയും ചേർന്ന് 18 തവണ സെഞ്ചുറി കൂട്ടുകെട്ടും 17 തവണ അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ടും പടുത്തുയർത്തിയിട്ടുണ്ട്. 304 ഏകദിന മത്സരങ്ങളിൽ നിന്നായി 292 ഇന്നിംഗ്സുകളിൽ ബാറ്റ് ചെയ്ത കോഹ്ലി ഇതുവരെ 18 തവണയാണ് 0-ൽ ഔട്ടായിട്ടുള്ളത്. കോഹ്ലിയുടെ അന്താരാഷ്ട്ര കരിയർ അവസാനിച്ചോ എന്ന ചോദ്യമാണ് ക്രിക്കറ്റ് ലോകത്ത് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. ഇതിനൊരു കാരണവുമുണ്ട്. കോഹ്ലിയുടെ കരിയറിന്റെ ഏറ്റവും മോശം സമയമാണ് ഇതെന്ന് സൂചിപ്പിക്കുന്ന ഒരു മോശം റെക്കോർഡും ഈ മത്സരത്തിൽ പിറന്നിരിക്കുകയാണ്. ഏകദിന കരിയറിൽ ഇതാദ്യമായാണ് കോഹ്ലി തുടർച്ചയായി 2 മത്സരങ്ങളിൽ 0-ന് പുറത്താകുന്നത്. 2023 ഒക്ടോബറിൽ ഇംഗ്ലണ്ടിനെതിരെയാണ് കോഹ്ലി ഇതിനു മുമ്പ് അവസാനമായി ഡക്കായി മാറിയത്. ഇതിനുശേഷം 3 സെഞ്ചുറിയും 5 അർദ്ധ സെഞ്ചുറികളും കോഹ്ലി സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ വർഷം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി നടന്ന ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ കോഹ്ലി മികച്ച പ്രകടനം നടത്തിയിരുന്നു. പാകിസ്ഥാനെതിരെ സെഞ്ചുറിയും ഓസ്ട്രേലിയക്കെതിരെ 84 റൺസും കോഹ്ലി നേടി. എന്നാൽ ഇപ്പോൾ 7 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഓസ്ട്രേലിയയിൽ കോഹ്ലി തുടർച്ചയായി 2 മത്സരങ്ങളിലും നിരാശപ്പെടുത്തിയിരിക്കുകയാണ്. ഓസ്ട്രേലിയക്കെതിരായ 2ാം ഏകദിനത്തിൽ ഇന്ത്യയുടെ തുടക്കം പാളിയിരുന്നു. അഡ്ലെയ്ഡ് ഓവലിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ ആദ്യ 10 ഓവറിൽ നേടിയത് വെറും 29 റൺസാണ്. 2 വിക്കറ്റുകളും നഷ്ടമായിരുന്നു. പവർ പ്ലേയിൽ 2023 ശേഷം ഇന്ത്യയുടെ 3ാമത്തെ ഏറ്റവും കുറഞ്ഞ സ്കോറാണിത്. നേരത്തെ 2 തവണ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 27 റൺസ് നേടിയിട്ടുണ്ട്. 2ഉം ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു. രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും കരുതലോടെയാണ് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. തുടർച്ചയായി ഡോട്ട് ബോളുകളുമായി രോഹിത് തുടക്കത്തിൽ താളം കണ്ടെത്താൻ വിഷമിച്ചിരുന്നു. മികച്ച ടച്ചിലാണെന്ന് തോന്നിപ്പിച്ച ഗില്ല് പുറത്തായത് ഇന്ത്യക്ക് തിരിച്ചടിയായി മാറി. 7ാം ഓവറിലെ ആദ്യ പന്തിൽ ടീം സ്കോർ 17 റൺസിൽ എത്തി നിൽക്കെ 9 പന്തിൽ 9 റൺസ് എടുത്ത ഗില്ലിനെ സാവിയർ ബാർട്ട്ലെറ്റ് പുറത്താക്കി. മിച്ചൽ മാർഷാണ് ക്യാച്ച് എടുത്തത്. കോഹ്ലിയും കൂടി പുറത്തായതോടെ ഇന്ത്യയുടെ നില പരുങ്ങലിലായി. എന്നാൽ 4ാം നമ്പറിൽ ക്രീസിലെത്തിയ ശ്രേയസ് അയ്യരും രോഹിത് ശർമ്മയും ചേർന്നാണ് ഇന്ത്യയെ വൻ തകർച്ചയിൽ നിന്ന് രക്ഷിച്ചത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.